റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 100% വരെ തീരുവ ചുമത്താനുള്ള അമേരിക്കൻ നീക്കത്തിന് മുന്നിൽ തലകുനിക്കില്ലെന്ന് ഇന്ത്യ. റഷ്യൻ എണ്ണ ഇറക്കുമതി നിലവിലെ രീതിയിൽ തന്നെ തുടരാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം ഇന്ത്യക്കുണ്ടെന്ന കർശന നിലപാടിലാണ് കേന്ദ്രം. യുഎസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ പ്രതിപക്ഷത്തിന്റെ കടുത്ത വിമർശനത്തിന് വഴിവെക്കുമെന്നും റഷ്യയുമായുള്ള പതിറ്റാണ്ടുകൾ നീണ്ട നയതന്ത്ര വാണിജ്യ ബന്ധത്തെ അത് ദോഷകരമായി ബാധിക്കുമെന്നും കേന്ദ്രം വിലയിരുത്തുന്നു. യുഎസ് സെനറ്റിൽ പാസായ ബില്ലിൽ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്ന ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കുമേൽ 100% തീരുവ ചുമത്താൻ യുഎസ് പ്രസിഡന്റിന് അധികാരം നൽകുന്ന ലിൻസെ ഗ്രഹാം സാങ്ഷനിങ് ആക്ട് 2026 ബിൽ അടുത്തിടെയാണ് യുഎസ് സെനറ്റ് പാസാക്കിയത്. എന്നാൽ ഈ ബില്ല് നിയമമാക്കാൻ യുഎസ് പ്രതിനിധി സഭയുടെ കൂടി അംഗീകാരം ആവശ്യമാണ്. ഇന്ത്യയുമായി നയതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കവേ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമായാണ് അമേരിക്കയുടെ ഈ പുതിയ നീക്കം വിലയിരുത്തപ്പെടുന്നത്. സർവകാല റെക്കോർഡിൽ എണ്ണ ഇറക്കുമതി അമേരിക്കയുടെ ഉപരോധ ഭീഷണികൾ നിലനിൽക്കെ തന്നെ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിയിൽ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. ജൂലൈ മാസത്തിൽ പ്രതിദിനം 27.8 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ 56% റഷ്യയിൽ നിന്നാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങളും ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത തടസ്സങ്ങളുമാണ് റഷ്യൻ എണ്ണയിലേക്ക് കൂടുതൽ ആശ്രയിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. അമേരിക്കൻ ഭീഷണിക്ക് വഴങ്ങി റഷ്യൻ എണ്ണ വേണ്ടെന്ന് വെച്ചാൽ അത് ഇന്ത്യക്കും അന്താരാഷ്ട്ര വിപണിക്കും വൻ തിരിച്ചടിയാകുമെന്ന് ഊർജ്ജ നിരീക്ഷണ ഏജൻസിയായ ക്ലെപ്പർ മുന്നറിയിപ്പ് നൽകുന്നു. റഷ്യൻ എണ്ണ വിപണിയിൽ നിന്ന് പുറത്തായാൽ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് ക്രമാതീതമായി ഉയരുകയും രാജ്യത്ത് ഇന്ധന വില വർദ്ധിപ്പിക്കുവാൻ സർക്കാർ നിർബന്ധിതരാകുകയും ചെയ്യും. സാമ്പത്തിക സുരക്ഷിതത്വവും ആഭ്യന്തര വിപണിയിലെ സ്ഥിരതയും മുൻനിർത്തി അമേരിക്കൻ താരിഫ് ഭീഷണികളെ മറികടന്ന് റഷ്യൻ പങ്കാളിത്തം തുടരാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം.